അപ്പോഴേ മൂക്കിലെ ചിക്ക് മാറിയിട്ടില്ല കേട്ടോ. അത് കാരണം ആകെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കറിയൊന്നും കാര്യമായിട്ടൊന്നും മേടിക്കണമില്ല, വെക്കണമില്ല. ഇപ്പോൾ 3-4 കഷ്ണം പിലോപ്പി ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് മാരിനേറ്റൊക്കെ ചെയ്ത് വറുത്തെടുത്തിട്ടാ. പിന്നെ ഇന്നലത്തെ നമ്മുടെ മാങ്ങാപ്പുളിയില്ലേ, അത് വെള്ളമൊക്കെ വറ്റിയ ടൈപ്പാണ്, ഇപ്പം കട്ട പോലെ അത് ഇത്തിരി ഉണ്ടായി, അതെടുത്തു. പിന്നെ ഇത് പരിപ്പ് കട്ടിയാണ്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇച്ചിരി നീട്ടിയെടുത്ത്, വേറെ ചാറൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇച്ചിരി സ്വല്പം നീട്ടിയെടുത്തട്ടാ. ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഈ പരിപ്പ് കെട്ടിന് ഇത്തിരി ഇടട്ടെ കേട്ടോ. ഇതിപ്പോൾ തന്നെ തീരും കേട്ടോ. ഇതിന് ഇവിടെ ഭയങ്കര ഇടിയാണ് ഈ കറിക്ക്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ല കാര്യമാണ് കേട്ടോ. എരിവും ഇല്ല, താളിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. തേങ്ങയൊന്നും അരച്ചിട്ടിട്ടില്ല, വെറും ജസ്റ്റ് പരിപ്പ് ഒഴിച്ചിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ ഇറക്കിയതാണ്. പിന്നെ ഒരു നടു കഷ്ണം എടുക്കട്ട. വറുത്തത് കൂട്ടോട്ടല്ലേ, തിളപ്പിച്ചതാണ് അങ്ങനെ കഴിക്കാത്തത്. പിന്നെ മാങ്ങേനെടുക്കാം. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഈ പരിപ്പിങ്ങനെ കണ്ട് കുഴച്ചടിക്കുന്ന ടേസ്റ്റൊന്നും വേറെ കേട്ടോ. എന്താ രുചിയെന്നാണ് ഞാൻ ചാറ് കറിയൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ പരിപ്പ് വെക്കല്ലേ, പരിപ്പും തക്കാളി കൂടി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് കളിക്കുകയൊക്കെ ചെയ്യണത് ഒരു ചാറ് കറിക്ക് തുല്യമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ചോറിലിങ്ങനെ ഒഴിച്ച് തിന്നാനായിട്ട്. സാധാരണ ഞാൻ ഓണത്തിനൊക്കെയാണ് ഇത് വെക്കണത്, വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് വെക്കണത്. അപ്പോൾ ഇന്ന് ഒന്നും ഇല്ലാണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. പിലോപ്പി അടിപൊളി കേട്ടോ, നല്ല മാംസമുള്ള പിലോപ്പിയാണ്. പിന്നെ ഇന്നലത്തെ നമ്മുടെ മാങ്ങാപ്പുളി ഇന്നായപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സിമ്പിൾ സ്പെഷ്യൽ ഇതൊക്കെയാണ്. പരിപ്പ് ചാറ്, അതായത് പരിപ്പ് കെട്ടി, പിലോപ്പി വറുത്തത്, മാങ്ങാപ്പുളി. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും സ്നേഹത്തോടു കൂടി ബൈ.